അപ്പോൾ നമ്മുടെ SSC GD കോൺസ്റ്റബിൾ 2025 പരീക്ഷ റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നതും ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും തുടക്കം മുതൽ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നടക്കാൻ പോകുന്നത് അതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് ആണ്. സോ ഫിസിക്കൽ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഇതിന് മുൻപായിട്ട് നമ്മൾ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഇതിൻ്റെ ഫൈനൽ കട്ട് ഓഫ് കുറവായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അധികമൊന്നും കൂടാൻ സാധ്യതയില്ല. പലരും പല കാര്യങ്ങൾ ഇത്ര എനിക്ക് മാർക്കുള്ളൂ, ഞാൻ ഓടാൻ പോകണോ, ഫിസിക്കൽ ചെയ്യണം, അങ്ങനെ പലതും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫൈനൽ കട്ട് ഓഫ് കൂടത്തില്ല. മുൻ വർഷം ഞാൻ ഇത് മുമ്പേ പറയുന്നുണ്ട്, കഴിഞ്ഞ വർഷം എല്ലാം ഒരുമിച്ച് നടത്തിയെന്ന് കരുതി എല്ലാ വർഷവും ഇത് ഒരുമിച്ച് നടത്തണം എന്നില്ല. നിങ്ങൾക്ക് വീഡിയോ മുമ്പോട്ട് കാണുമ്പോൾ മനസ്സിലായിക്കോളും. എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ എന്തായാലും ആ ഒരു ഫൈനൽ കട്ട് ഓഫ് കൂടില്ല, ഞാൻ പറയാൻ വരുന്ന പോയിന്റ് അതാണ്, കൂടില്ല എന്ന് പറയാനുള്ള കാരണം വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാം. അപ്പോൾ അതിലെന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ മേ ബി ചെറിയൊരു സ്ലൈറ്റ് ഡിഫറൻസ് വരും, പക്ഷേ അതിൽ മാറ്റം വരാൻ സാധ്യത കാണുന്നില്ല. എന്തായാലും നമുക്ക് വീഡിയോയിൽ നിന്ന് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു നോട്ടീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു നോട്ടീസ് നിങ്ങൾക്ക് ഒഫീഷ്യൽ സൈറ്റിലൊന്നും കാണാൻ സാധിക്കത്തില്ല. ഇറ്റ്സ് ട്രൂത്ത്, നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ ഇതുപോലെ ഇടുന്ന അപ്ഡേറ്റുകളൊക്കെ ഒഫീഷ്യലായിട്ടുള്ളത്, ട്രൂത്ത് ആയിട്ടുള്ളത്, സത്യമായിട്ടുള്ളത് കൃത്യമായിട്ട് അത് പറയാറുണ്ട്. പിന്നെ ഫേക്ക് ആയിട്ടുള്ളത് അതും നമ്മൾ പറയാറുണ്ട്. ഈ സാധനം എന്ന് പറയുന്നത് അവരുടേതായിട്ടുള്ള ഇൻറ്റിമേറ്റ്, അതായത് ലൈക്ക് അവരുടെ ഉള്ളിൽ സെൻഡ് ചെയ്യുന്ന നോട്ടീസും കാര്യങ്ങളൊക്കെയാണ്. ഇത് കൺഫേം ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് സൈറ്റിൽ പബ്ലിഷ് ചെയ്ത് തരുന്നത്. ഇത് കൺഫേം ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഞാനും നിങ്ങളും ഒരു കമ്പനി നടത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്തു, ഒരു നോട്ടീസ് അയച്ചു. ആ ഒരു നോട്ടീസ് പുറത്ത് ലീക്കായിട്ട് ഇതുപോലെ വന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള എംപ്ലോയി മറ്റൊരു ജോലി ഉദ്യോഗസ്ഥനും എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു സംഭവം എല്ലാവരും കണ്ട് വൈറലാവുന്നു. ആ ഒരു ജോലിക്ക് ഒരുപാട് പേര് നോക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാനിത് അയച്ചു കൊടുത്ത, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ നോട്ടീസ് ഞാൻ അപ്രൂവൽ ചെയ്യുന്നു, നിങ്ങളും അപ്രൂവൽ ചെയ്തു. എന്നിട്ട് നമ്മൾ നമ്മുടെ സൈറ്റിൽ ഇത് പബ്ലിഷ് ചെയ്യുന്നു. അങ്ങനെ ഇത് ഒഫീഷ്യലായിട്ട് വരുന്നു. ആ ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഉദാഹരണം പറഞ്ഞത്. നിങ്ങൾ മറ്റൊരു രീതിയിൽ എടുക്കരുത്, ചിലവർക്ക് ഇത് മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് ഇത്ര ബേസിക് രീതിയിൽ ഞാൻ പറഞ്ഞു തന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, നമ്മുടെ SSC GD കോൺസ്റ്റബിളിൻ്റെ CTGD കോൺസ്റ്റബിൾ GD 2025 ഫിസിക്കൽ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട നോട്ടീസ്. ഈ ഒരു നോട്ടീസ് DIG, ഒരുപാട് DIG, അതായത് SSB, അതുപോലെ തന്നെ ITBP, BSF, CISF, അങ്ങനെ എല്ലാവർക്കും, ആസാം റൈഫിൾസ് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും തന്നെ അയച്ചിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. റിക്രൂട്ട്മെന്റ് ഓഫ് കോൺസ്റ്റബിൾ GD 2025 ഇൻ CAPF, SSF ആൻഡ് NCB ആൻഡ് ആസാം റൈഫിൾസ് റിഗാർഡിംഗ് കണ്ടക്ട് ഓഫ് PST ആൻഡ് PET ആണ് പറഞ്ഞിട്ടുള്ളത്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും. ഇത് നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഇന്നുകൂടി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിസിക്കൽ ടെസ്റ്റിൽ നമുക്ക് ഹൈ ജമ്പ് ലോങ് ജമ്പ് ഒന്നും വരുന്നില്ല. നമ്മൾ കൃത്യമായിട്ട് അത് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആകെ നമുക്ക് വരുന്നത് ഓട്ടം, ഹൈറ്റ് നോക്കൽ, ഭാരം നോക്കൽ, ഇതേ വരുന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ മൈൻഡിൽ പ്രത്യേകം ഒന്ന് വെക്കുക. മറ്റുള്ളത് ചെയ്ത് സമയം കളയാതെ ആ ഒരു സമയം നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിലവിൽ ഇതിനുള്ള ഫിസിക്കലിൽ തന്നെ കേന്ദ്രീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പല മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പല സ്ഥലത്തുനിന്ന് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. എന്തായാലും ഇവിടെ ഞാനിത് കൂടുതൽ വായിച്ച സമയം കാണുന്നില്ല. കൃത്യമായിട്ട് ഞാൻ ഇത് നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. അതായത് എന്താണ് ഇതിൽ പറയുന്നതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. സോ പ്രധാനമായിട്ടും പറയാനുള്ളത്, കോൺസ്റ്റബിൾ GDൻ്റെ നമ്മുടെ PET PST ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. PET PST ആൻഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ DV DME ആൻഡ് RME അത് സെപ്പറേറ്റ് ആയിട്ട് ഒന്നായിട്ട് കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. CTGD, അതായത് കോൺസ്റ്റബിൾ GD എക്സാമിനേഷൻ 2025 സെപ്പറേറ്റ്ലി ആസ് പെർ ദി, അതായത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണ് സെപ്പറേറ്റ് ആയിട്ടാണ് നടത്താൻ പോകുന്നത്. കഴിഞ്ഞ തവണ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, എലക്ഷൻ അതുപോലെ തന്നെ ചീറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇത് കുറേയധികം ഡിലേ ആയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഫിസിക്കലും അതുപോലെ തന്നെ റിസൾട്ട് റിലീസ് ചെയ്യുന്ന കുറേയധികം ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ഈ ഒരു ടെസ്റ്റുകളൊക്കെ ഒരുമിച്ച് നടത്തിയിട്ടുണ്ടായിരുന്നത്. കട്ട് ഓഫ് വലിയ റേഞ്ചിൽ തന്നെ എന്തായത് കുതിച്ച് മുകളിലേക്ക് ഉയർന്നിട്ടുണ്ടായിരുന്നത്. വലിയ രീതിയിലായിരുന്നു, ഹൈപ്പിലായിരുന്നു കഴിഞ്ഞ തവണ കട്ട് ഓഫ് ഉയർന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ തവണ പ്രഡിക്ഷൻ ഒന്നും നടത്തിയിട്ടില്ല, പക്ഷേ ഇത്തവണ പ്രഡിക്ഷൻ നടത്തിയിട്ട് ഏകദേശം 80% കൃത്യമായിട്ട് നമ്മുടെ കട്ട് ഓഫ് എക്സാമിനേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഗേൾസിനോട് മാത്രമാണ് സോറി പറയാനുള്ളത്, കാരണം അവരുടെ പ്രഡിക്ഷൻ അതാണ് 20% കിടക്കുന്നത്. അവർക്ക് നമ്മൾ പ്രഡിക്റ്റ് ചെയ്തതിനേക്കാളും വളരെ വ്യത്യാസത്തിലാണ് അവരുടെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ആൺകുട്ടികളുടെ ഏകദേശം ഒരു 80% ആക്യുറേറ്റ് ആയിട്ട് വന്നിട്ടുമുണ്ട്. എന്തായാലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ കോൺസ്റ്റബിൾ GD ആ ഒരു പോസ്റ്റിൻ്റെ PET PST അതുപോലെ തന്നെ DV DME അതുപോലെ RME, അതായത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, ഡീറ്റെയിൽ മെഡിക്കൽ എക്സാമിനേഷൻ, പിന്നെ റിവ്യൂ മെഡിക്കൽ എക്സാമിനേഷൻ, ഇത് അതുപോലെ തന്നെ ഫിസിക്കൽ, ഇതൊക്കെ വേറെ വേറെ ദിവസങ്ങളിലാണ് നടക്കുന്നത്. ഈ ഒരു സെക്ഷൻ ഒരു ദിവസത്തിലും ഈ ഒരു സെക്ഷൻ മറ്റൊരു ദിവസത്തിലായിട്ടാണ് നടക്കുക. ഇവിടെ കട്ട് ഓഫ് കുറയാനുള്ള കാരണം എന്താണെന്നും കൂടി പറഞ്ഞുതരാം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, വീഡിയോ ലെങ്ത് ആവും. കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക. ഇതിൽ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ PET PST സംഭവം എന്ന് പറയുന്നത്. അതായത് ഫിസിക്കൽ ടെസ്റ്റ് നടത്തുമ്പോൾ ആ ഒരു ഫിസിക്കൽ കഴിഞ്ഞാൽ വീണ്ടും ഒരു ലിസ്റ്റ് വരുന്നതായിരിക്കും. പണ്ടൊക്കെ SSC GD
പങ്കെടുത്തവർക്ക് അറിയാം. ഈ ഒരു രീതിയിൽ നടക്കുകയാണെങ്കിൽ ആ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഒരു രീതിയിൽ നടക്കുകയാണെങ്കിൽ ഒരു ലിസ്റ്റ്, ഇനിയും ഒരു ലിസ്റ്റ് വരുന്നതായിരിക്കും. ആ ലിസ്റ്റിൽ ചിലപ്പം 0.5 ഒക്കെ ആയിരിക്കും കട്ട് ഓഫ് ഇൻക്രീസ് ആവാനായിട്ട് പോകുന്നത്. 0.5 അല്ലെങ്കിൽ 0.1 ഒക്കെ ആയിരിക്കും കട്ട് ഓഫ് ഇൻക്രീസ് ആവാൻ പോകുന്നത്. അത്രേ കൂടത്തുള്ളൂ, കൂടാൻ അത്രേ ചാൻസ് വരുന്നുള്ളൂ. മാത്രമല്ല ഒരുപാട് പേര് ഇവിടെ ഫെയിൽ ആവുകയും ചെയ്യും. ഫിസിക്കൽ ഒരുപാട് പേര് ഫെയിൽ ആവുകയും ചെയ്യും. ആരും ഫെയിൽ ആവരുത്, മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്ത് മുന്നോട്ട് കയറണം. അപ്പോൾ ഒരുപാട് പേര് ഫെയിലും ആവും. അതുപോലെ തന്നെ ചെറിയ രീതിയിലൊരു കട്ട് ഓഫ് വർധനയും വരും. അപ്പോൾ ഒരുപാട് പേര് എന്ത് ചെയ്യും, എലിമിനേറ്റ് ആയിട്ട് പോകാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ അടുത്ത ഘട്ടം വരും. അടുത്ത ഘട്ടം വന്നിട്ട് പിന്നെ ഒരു ലിസ്റ്റ് വരും, ഫൈനൽ ലിസ്റ്റ് വരും. അവിടെയും ചെറിയ രീതിയിൽ എന്ത് ചെയ്യത്തുള്ളൂ, കട്ട് ഓഫ് കൂടത്തുള്ളൂ. ഫൈനൽ ലിസ്റ്റിൽ ചെറിയ രീതിയിൽ കട്ട് ഓഫ് കൂടാനായിട്ട് സാധ്യതയുള്ളൂ. ഒന്ന് വേക്കൻസി, അതുപോലെ തന്നെ 2 സെക്ഷനായിട്ട് 3 സെക്ഷൻ, 3 കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, 3 ലിസ്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും കട്ട് ഓഫ് ഫൈനൽ വരുമ്പം കുറവായിരിക്കും. ഇപ്പം ഇവിടെ ഞാൻ ഈ പറഞ്ഞതൊക്കെ ഒരു എക്സാമ്പിളിന് മാത്രമാണ്. ഇനി ഞാൻ ഈ പറഞ്ഞത് 0.1 കൂടത്തുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു മാർക്ക് മാത്രമേ കൂടത്തുള്ളൂ എന്നല്ല അർത്ഥം. അത് നമ്മൾ അനലൈസ് ഒന്നും ചെയ്യാതെ ഒരു എക്സാമ്പിളിൽ നിങ്ങൾക്ക് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ഒരു രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് നടത്തുകയാണെങ്കിൽ ഫൈനൽ കട്ട് ഓഫ് കുറവായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. കുറവേ വരത്തുള്ളൂ, അധികം വരാൻ സാധ്യത കാണുന്നില്ല എന്നാണ് പറയാനുള്ളത്. സെപ്പറേറ്റ് ആയിട്ടാണ് ഫിസിക്കൽ ഇത്തവണ നടത്തുന്നത്. കഴിഞ്ഞ തവണ എല്ലാവരും ചോദിച്ചതാണ് ഇത്തവണ എല്ലാം ഒരുമിച്ചിട്ടല്ലേ നടത്തുക എന്നുള്ളത്. അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോട്ടീസ് വന്നിട്ട് തീരുമാനിക്കാം, അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. കാരണം എന്തായിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല. ഒരുമിച്ച് നടത്താനുള്ള സാധ്യത കഴിഞ്ഞ തവണ ആദ്യമായിട്ടാണ് നടത്തുന്നത്. എല്ലാ വർഷവും അങ്ങനെ നടത്തണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. എനിക്ക് അന്വേഷിച്ച സമയത്ത് അങ്ങനെ തന്നെയാണ് മനസ്സിലായത്. അത് അങ്ങനെ നടത്തണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇപ്പോൾ ഈ നോട്ടീസ് കാണുമ്പോൾ നമുക്ക് അത് ഏകദേശം കൺഫേം ആയിട്ടുമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഒരുപാട് പേര് ഡോക്യുമെൻസിൻ്റെ കാര്യം ചോദിക്കും. ഡോക്യുമെൻസിൻ്റെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഡോക്യുമെൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് ചിലപ്പം ആക്യുറേറ്റ് ആയിട്ട് വരണമെന്നില്ല. കാരണം അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ അതിൽ പുതിയ രീതിയിൽ എന്തെങ്കിലും ഡോക്യുമെൻസിൻ്റെ റിക്വയർമെൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ അതിൽ വേണ്ട ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആക്കി വെച്ചു. കഴിഞ്ഞ തവണത്തെ ഒരു എക്സാമ്പിളിൽ പറയുകയാണ്, കഴിഞ്ഞ തവണ പോലെ എങ്ങനെയാണ് ഡോക്യുമെൻറ്റ്സ് ആക്കേണ്ടത് നമ്മൾ പറയുകയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് ആക്കി വെച്ചു. അപ്പം പുതിയ അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ അതിൽ വേറെ രീതിയിൽ ഡോക്യുമെൻറ്റ് വേണം, ഈ ഡോക്യുമെൻറ്റ് വേണ്ട, ആ ഡോക്യുമെൻറ്റ് മതി, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു ഇഷ്യൂ ആവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ കൃത്യമായിട്ട് അഡ്മിറ്റ് കാർഡിൻ്റെ ഇടയിൽ മെൻഷൻ ചെയ്യും എന്തൊക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് നിങ്ങൾ കൊണ്ടുപോകണമെന്ന്. പ്രത്യേകിച്ച് നിങ്ങൾ ഈ ഒരു ഫിസിക്കലും അതുപോലെ തന്നെ ഈ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും വേറെ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം വലിയ സർട്ടിഫിക്കറ്റ് ഒന്നും ഇപ്പം നിലവിൽ ആവശ്യം ഉണ്ടാവത്തില്ല. ആദ്യം ഫിസിക്കൽ ടെസ്റ്റിന് അഡ്മിറ്റ് കാർഡും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളെ വേണ്ട വരും. ഫോട്ടോ ചിലപ്പോൾ ആവശ്യം ഉണ്ടാവും. അങ്ങനെ 2-3 കാര്യങ്ങൾ മാത്രമേ, കൂടിപ്പോയ 2 അല്ലെങ്കിൽ 3 കാര്യങ്ങൾ മാത്രമേ കൊണ്ടുപോകൂ. നിങ്ങളുടെ എല്ലാ ഡോക്യുമെന്റ്സും വിളിച്ച് വാരി ഈ ഒരു ഫിസിക്കലിന് കൊണ്ടുപോകേണ്ട ആവശ്യം ഉണ്ടാവത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അതുകൊണ്ടാണ് ഇപ്പോഴേ ഡോക്യുമെന്റ്സിന്റെ കാര്യം ഞാൻ അപ്ലോഡ് ചെയ്യാത്തത്. മേ ബി ഞാനിപ്പം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഞാൻ കഴിഞ്ഞ തവണയെ പറയുന്നുണ്ട്, ഇതൊക്കെ ഒരുമിച്ച് വരാനുള്ള സാധ്യത ഇത്തവണ നോട്ടീസ് വന്നാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. മേ ബി സെപ്പറേറ്റ് ആയിരിക്കാം, അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടാണ് വരുമെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ ഇത്രയും സമയം എടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടി തന്നെയാണ്. ഇനി നമുക്ക് ഡേറ്റിലേക്ക് വരാം. എന്നാണ് ഇതിന്റെ ഫിസിക്കൽ നടക്കാൻ പോകുന്നത് എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരാം. 20 ഓഗസ്റ്റ് 2025 മുതൽ 11/9/2025 വരെ, അതായത് 11 സെപ്റ്റംബർ 2025 വരെ CAPFന്റെ വിവിധങ്ങളായിട്ടുള്ള 30 സെന്റേഴ്സിൽ വെച്ചിട്ടാണ് ഇതിന്റെ ഫിസിക്കൽ നടത്താനായിട്ട് പോകുന്നത്. കേരളത്തിൽ സെന്റർ ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ 1500 കുട്ടികൾ മിനിമം ഒരു ദിവസം ഇതിന് പങ്കെടുക്കാനായിട്ട് വിളിക്കുന്ന രീതിയിൽ, പങ്കെടുക്കുമെന്നല്ല, അതൊരു കുട്ടികൾ പോണോ വേണ്ടിയോ എന്നൊക്കെ തീരുമാനിക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഏകദേശം 1500 കുട്ടികളെങ്കിലും പെർ ഡേ വരുന്ന രീതിയിലായിരിക്കും ഫിസിക്കൽ കണ്ടക്ട് ചെയ്യാന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. സോ ഇതാണ് പ്രധാനമായിട്ട് ഇതിൽ പറയാനുള്ളത്. 20-ാം തീയതി ഓഗസ്റ്റ് 20 മുതൽ തുടങ്ങുമെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഈ ഒരു നോട്ടീസ് അപ്രൂവൽ ആവുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. വളരെ ഇമ്പോർട്ടൻറ്റ്. ഇത് ഫേക്ക് അല്ല കേട്ടോ, ഇത് ഫേക്ക് അല്ല. പലരും ഞാൻ ഗ്രൂപ്പിലും അതുപോലെ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ഇട്ട സമയത്ത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ നോട്ടീസ് സത്യം തന്നെയാണോ, ഫേക്ക് അല്ലേ എന്നുള്ള പല ചോദ്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. ഈ നോട്ടീസ് ഫേക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഫീഷ്യലി വന്നിട്ടില്ല, സത്യമാണ്. പക്ഷേ ഇത് ഒഫീഷ്യൽസ് ഹാൻഡിൽ ചെയ്യുന്ന നോട്ടീസാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അവർ അപ്രൂവ് ചെയ്ത ഇത് ഒഫീഷ്യലി വരും. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. തുടക്കത്തിൽ നമ്മൾ കമ്പനീൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിരുന്നില്ലേ, ആ ഒരു മെത്തേഡ് തന്നെ. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ, അതായത് ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇതുവരെയുള്ള എല്ലാ അപ്ഡേറ്റും കൃത്യമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇനി പ്രോപ്പറായിട്ടുള്ള ബാക്കിയുള്ള അപ്ഡേറ്റുകളൊക്കെ ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കേണ്ട. ഒരു 200 ലൈക്കെങ്കിലും മാക്സിമം നിങ്ങൾ തന്ന് സപ്പോർട്ട് ചെയ്യുക. കൃത്യമായിട്ടുള്ള ബാക്കിയുള്ള അപ്ഡേറ്റുകളൊക്കെ ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പരീക്ഷയിൽ ഒരു മുൻകൈ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കാനായിട്ട് നമ്മൾ 1000 GK ജനറൽ നോളജിന്റെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് പഠിക്കാനുള്ള മെത്തേഡും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യാം. ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ പൊളിറ്റിക്സ് കണ്ടന്റ് ആണിത്. ഇന്ത്യൻ പൊളിറ്റിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, അതുപോലെ തന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, അതുപോലെ ബയോളജി ആൻഡ് എൻവിറോൺമെന്റ്, അതുപോലെ ആർട്ട്, കൾച്ചർ ആൻഡ് അവാർഡ്സ്, പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്, ഗവൺമെന്റ് സ്കീം ഉണ്ട്, പിന്നെ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് ക്യാപിറ്റൽ, അതായത് ഇന്ത്യയിലുള്ള മൊത്തം സ്റ്റേറ്റും അതിന്റെ ക്യാപിറ്റലും അതുപോലെ എല്ലാ കാര്യങ്ങളും,
പിന്നെ റിവേഴ്സ് ഓഫ് ഇന്ത്യ, ഇങ്ങനെ ഏകദേശം 1000 ചോദ്യങ്ങളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ജി കെ എന്ന് ഹൈ ചാൻസ്, SSC പോലുള്ള എക്സാമിൽ പ്രത്യേകിച്ച് ഹൈ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം 10 ഭാഗങ്ങളിൽ നിന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏകദേശം ഓരോരോ ഭാഗങ്ങളും നിങ്ങൾ 100 ചോദ്യം വെച്ച് പഠിക്കാം. ഒരു ദിവസം 100 പഠിക്കുന്നു, രണ്ടാമത്തെ ദിവസം 100 പഠിക്കുന്നു, മൂന്നാമത്തെ ദിവസം 100 പഠിക്കുന്നു. അങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 1000 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ റിവിഷനും കൂടി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പരീക്ഷയിൽ സഹായിക്കുന്നതായിരിക്കും. സോ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഇതിനു മുമ്പ് നമ്മുടെ ഇതുപോലുള്ള ചോദ്യങ്ങൾ വാങ്ങി പഠിച്ചവരുടെ ഒപ്പീനിയനും കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ്. ആർമിയുടെ PDF നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ വാങ്ങി പഠിച്ചവരുടെ ഡീറ്റെയിൽസ് ആണ്. എന്തായാലും ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വാങ്ങാനുള്ള ലിങ്ക്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വാട്സപ്പ് അക്കൗണ്ടിലേക്ക് പോകുന്നതായിരിക്കും. അവിടുന്ന് ഇതിന്റെ പേയ്മെന്റ് ഉണ്ട്, 99 രൂപയാണ്. അത് പേയ്മെന്റ് ചെയ്തതിന് ശേഷം അവിടെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു PDF ലഭിക്കുന്നതായിരിക്കും. സോ അവിടെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്.